ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എല്ലാവരും ദൈവത്തെ പഴിക്കുന്നവരാണ്. സ്വയം ചെയ്ത കർമ്മങ്ങളുടെ അനന്തരഫലമാണ് അത് എന്ന് ഒരാൾ പോലും മനസ്സിലാക്കുന്നില്ല. ഓർമ്മ വയ്ക്കുക, 5 രൂപയ്ക്ക് വാങ്ങുന്ന പേന ഉപയോഗിച്ച് നിങ്ങൾക്ക് 5 കോടി രൂപയുടെ വരെ ചെക്ക് എഴുതാൻ കഴിയും. അതിനാൽ തന്നെ ഒരാളെയും ജീവിതത്തിൽ വില കുറച്ച് കാണാതിരിക്കാൻ ശ്രമിക്കുക. ഈ ലോകത്ത് മനുഷ്യർ തന്നെയാണ് മനുഷ്യർക്ക് പാരയാകുന്നത്. നിങ്ങളെക്കൊണ്ട് ഉപകാരമുള്ളിടത്തോളം നിങ്ങൾക്ക് ചുറ്റും ആളുകളുണ്ടാകും. നിങ്ങളെക്കൊണ്ടുള്ള ഉപകാരങ്ങൾ നിലയ്ക്കുന്നതോടെ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ആൾക്കൂട്ടവും താനെ ഇല്ലാതാകും. മറ്റുള്ളവരുടെ വാക്കുകളെ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വിഷമിക്കാൻ മാത്രമേ സമയം കാണുകയുള്ളൂ. മറ്റുള്ളവർ എങ്ങനെയോ അതുപോലെ തന്നെ തിരിച്ചും അവരോട് പെരുമാറാൻ ശ്രമിക്കുക. ആഡംബര സാധനങ്ങൾ നിങ്ങൾക്ക് നിസ്സാരമാകുന്നിടത്തോളം അധ്വാനിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അവിടെ മറ്റുള്ളവർക്ക് യാതൊരുവിധ റോളുമില്ല. മനുഷ്യന്റെ മനസ്സിന്റെ തലങ്ങളിൽ 2 തരത്തിലുള്ള കുതിരകളുണ്ട്. ഒന്ന് പോസിറ്റീവ്, 2 നെഗറ്റീവും. നിങ്ങൾ ഇതിൽ ഏതിനു പ്രാധാന്യം കൊടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതവും. സമയം ഒരിക്കലും ഒരാളെയും മഹാനാക്കുന്നില്ല. സമയത്തിന്റെ ശരിയായ ഉപയോഗമാണ് ഒരാളെ മഹാനാക്കുന്നത്. ഏതൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണെങ്കിലും ശരി, എപ്പോഴും സത്യം മാത്രം പറയാൻ ശ്രമിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, അവർ എന്നെ എങ്ങനെ നോക്കിക്കാണുന്നത് എന്നൊക്കെ ചിന്തിച്ചിരിക്കാതെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക. ജീവിതം മാറിമറിയുന്നത് നിങ്ങൾക്ക് കാണാം. വിജയം എന്നത് ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ലഭിക്കുന്ന ഒന്നല്ല. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി രാപ്പകലുകളില്ലാതെ കഠിനാധ്വാനം ചെയ്യണമെന്ന് മാത്രം. ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ശരി, മുന്നോട്ട് തന്നെ പോവുക. ഒരു നാൾ ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് പുറകിലാകും. കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച് ആലോചിച്ച് ഒരിക്കലും വിഷമിച്ചിരിക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. ആ സമയം ഇനിയൊരിക്കലും നിങ്ങളിലേക്ക് കടന്നു വരില്ല. അതിനെ ശരിയാക്കി എടുക്കാനും നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനാകും. നിങ്ങളുടെ വരാനിരിക്കുന്ന സമയത്തെ മികച്ചതാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. എപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കുക.